എഗ് ഫ്രൈഡ് റൈസ് എങ്ങനെ ആക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, പാൻ വെച്ചു, ഒരിച്ചിരി എണ്ണ ഒഴിച്ചു, അതിലോട്ട് സവാള ഇടാം. തക്കാളില്ല, ഇതൊരു ഹൈ സ്പീഡിലാക്കാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ട് സംഭവമാണ്. ഉപ്പ്, അതിലോട്ട് നമുക്ക് നമ്മുടെ മുളക്, കറിവേപ്പില, ഇത്രയും ഇട്ട് കുറച്ച് നേരം നന്നായിട്ടൊന്ന് വഴറ്റി അതിനെ ഇച്ചിരി ഒന്ന് കളറൊന്ന് മാറട്ടെ. ചെറുതായിട്ടൊന്ന് മിക്സാക്കുമ്പോൾ കളറൊന്ന് മാറി മാറി വരും. ഇത് ചെറുതായിട്ടൊന്ന് അടി പിടിക്കുന്നു. ഇനി ഞാനെൻ്റെ മുട്ട ഇട്ടിട്ട് മുട്ട ഇത് ഏകദേശം നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ് ആക്കുന്ന ആ രീതിയിലാണ് നമ്മുടെ ഇതിൻ്റെ ഒരു പ്രോസസ്. ഇത് സത്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു തട്ടിക്കൂട്ട് ഫുഡാണ് കേട്ടോ. തട്ടിക്കൂട്ടിച്ച് ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ആകുമ്പോൾ നമ്മൾ റൈസ് ഇതിലോട്ട് അങ്ങോട്ട് ഇടുക. ഇത്ര മതി. കാരണം അധികം ആക്കിയാൽ ഈ പിള്ളേർ ആരെങ്കിലും കഴിക്കുമോ എന്നൊക്കെ ഡൗട്ടുണ്ട്. എന്റെ ഫ്രണ്ട്സിന് ഉണ്ടെങ്കിൽ അവര് കഴിച്ചു തരാം. ഞാനതിൽ മസാലയൊന്നും ഇട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ഒരു ട്വിസ്റ്റ് വരുത്താൻ കുറച്ച് മുളക് പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം. ഞാനിതിൽ അങ്ങനെ തന്നെയാണ് വെച്ചേക്കണം ക്ലീനായിട്ട്. നമുക്കിത് വെറുതെയും കഴിക്കാം. ഇപ്പം നമ്മുടെ എന്തെങ്കിലും മീൻ ഫ്രൈയോ ചിക്കൻ ഫ്രൈയോ ചിക്കൻ കറിയോ എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോ കുളി കഴിഞ്ഞു. നിങ്ങൾ വിചാരിക്കും കുളി കഴിഞ്ഞിട്ട് എങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടേക്കാം. ഞാനേ ലിപ്സ്റ്റിക് ഇല്ലാതെ ഒരു രക്ഷയില്ല. ഞാൻ എൻ്റെ പിള്ളേരെ പ്രസവിക്കാൻ പോകുമ്പോഴേ ഡെലിവറി റൂമിൽ കയറുന്നതിന് മുന്നേ ഇച്ചിരി ലിപ്സ്റ്റിക് ഇടും. ലിപ്സ്റ്റിക് ഇല്ലെങ്കിൽ ഒരു ഗ്ലാമറില്ല. ഇതോ ഞാനാക്കിയ ഭക്ഷണം റെഡി. എൻ്റെ ഹാൻസിക്കുട്ടി കഴിക്കാതിരിക്കുവാണ്. ഹാൻസ് കഴിക്കാൻ അമ്മ ടവലിട്ട് കൈ വാഷ് മുടി നല്ല സോഫ്റ്റ് ആയി കേട്ടോ. നോക്കിയേ, നല്ല സോഫ്റ്റായി. ഞാനിപ്പോ ഒരു മുടി ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൈയെല്ലാം കഴുകിട്ട് ഇതിന്റെ പേരാണ്. ഇതിന് പേരൊന്നുമില്ല, പേരില്ല. ഞാൻ ഇതിന് ഇട്ടിരിക്കുന്ന പേരാണ് ടൊമാറ്റോ എഗ് റൈസ്. ഈ മണം വന്ന ഞാൻ നേരെ അങ്ങ് ഓൾ സീൻസ് മണമുള്ളതുകൊണ്ട് മാത്രമാണ് വീടിന് ഇരിക്കാന്ന് പറഞ്ഞതല്ലേ. അതെ, ഇത് ആക്ച്വലി നമുക്ക് കറികളുടെ കൂടെയൊക്കെ കഴിക്കാം, വെറുതെയും കഴിക്കാം. ഞാൻ ഈ ഹൻസ് കഴിച്ചിട്ടേ ഇല്ല. പണ്ടോ ഞാൻ ആക്കിയിട്ട് അമ്മൂക്ക് കഴിച്ചിട്ടുണ്ടാവണോ ഒരിക്കൽ. അതെ, വേണ്ട. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പിള്ളേർക്ക് ഇഷ്ടമായോണ്ടല്ലോ സ്കൂളിൽ പോകുമ്പോ. ഇപ്പൊ ഒരു വർഷമായിട്ട് ഇപ്പൊ ഈ സ്കൂളില് പോകുമ്പോ ടിഫിനിൽ കൊടുത്തയക്കുന്നുണ്ടല്ലോ. ഞങ്ങളത് മറന്നു. പണ്ട് എന്നും തലേദിവസം ആകുമ്പോ നമ്മൾ അയ്യോ നാളെ ഇനി എന്താണോ ലഞ്ചിന്. നമ്മളിവിടെ നോൺ
വെജ് കൊടുക്കുന്നത് കിച്ചു എപ്പോഴും വഴക്കൂല. പിള്ളേർക്ക് ചിക്കൻ ഒന്നും അങ്ങനെ എന്നും കൊടുത്തയക്കരുതെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടില് അമ്മൂന്റെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ എന്നും ചോറും വെണ്ടയ്ക്ക ചോറ് വെണ്ടയ്ക്ക, അതായത് സ്ഥിരം കേട്ടോ കുറേ കാലം. വല്ലപ്പോഴും കിച്ചു അല്ല ഷൂട്ടിങ്ങിന് എവിടെയെങ്കിലും പോകുമ്പോഴേക്കും ഞാൻ ചിക്കനൊക്കെ വാങ്ങി വെച്ച് ചിക്കൻ ഫ്രൈ ഒക്കെ ആക്കി കൊടുത്തുവിടും. പക്ഷെ ഈ ഒരു സംഭവം കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉണ്ടല്ലോ, അമ്മമാർക്ക് ഭയങ്കര ഈസി. ഒരു മുട്ട, ഇച്ചിരി സവാള, ഒരു തക്കാളി, ഇച്ചിരി പച്ചമുളക്, ഒരു 2-3 കഷ്ണം കറിവേപ്പില, നമ്മൾ വീട്ടില് നോർമൽ ആക്കുന്ന മെലിഞ്ഞ റൈസ്, പൊന്നി, പിന്നെ നമ്മള് ഇഡ്ലിക്കൊക്കെ വാങ്ങുന്ന ആ അരിയില്ലേ, അതേതെങ്കിലും ഒക്കെ ഇട്ടാ മതി. അങ്ങനെ ടേസ്റ്റ് ചെയ്യട്ടെ. ശരിക്കും കൊള്ളാം അല്ലേ? ഇത് അടച്ചേക്കിട്ടെ, എനിക്ക് കഴിക്കും. കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാം. ആക്ച്വലി ഇതിന്റെ കൂടെ നമുക്ക് ഫിഷ് ഫ്രൈ കഴിക്കാം, സോസ് കഴിക്കാം. അത് ശരിക്കും ഇഷ്ടപ്പെട്ടോ? എനിക്ക് സോസ്. നമ്മള് വീഡിയോ എടുത്തിരുന്ന ഓസിയാണ്. ശരിക്കും ഇഷ്ടപ്പെട്ടോ? ഓസി ടേസ്റ്റ് ചെയ്യുന്ന ഞാൻ കള്ളം പറയുമ്പോൾ എനിക്ക് സോസ് ഉണ്ട് കൂടെ ഇത് കഴിക്കാൻ. ഇതിന്റെ കൂടെ സോസ് നല്ല ചേരും. ഇതിന്റെ കൂടെ ആക്ച്വലി ഞങ്ങൾ പക്ഷേ ഫ്രൈഡ് റൈസ് സോസ് ഞാൻ ഇത് പണ്ട് കഴിക്കുമ്പോൾ സോസ് ഒന്നും അല്ല കഴിക്കുന്നത്. കൂടുതൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എപ്പോഴും മീൻ ഫ്രൈയോ ചിക്കൻ ഫ്രൈയോ തന്നു വിടും. വേറെ വെജിറ്റബിൾസ് ഒന്നും വേണ്ടല്ലോ. സോ ഇന്ന് ഞാൻ ഈ